പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശത്തിലേക്ക് എല്ലാവരെയും, എല്ലാ ദൈവമക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ചില മിനിറ്റുകൾ മാത്രം ദൈവവചനം കേട്ട് ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ, സന്തോഷവും സമാധാനവും പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ തിരുവിടത്തിൽ പ്രകാരം കാണുന്നു, ദൈവവചനത്തിനോ ബന്ധനം ഇല്ല. ദൈവവചനം ബന്ധനത്തിൻ്റെ വചനം അല്ല, പ്രത്യുത ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ സത്യവചനം ദൈവമാകയാൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം, വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതുമ്പോൾ, ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമക്കളോടുള്ള ദൂതാണിത്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിൽ ജീവിക്കുന്ന, പ്രാർത്ഥനയിൽ ജീവിക്കുന്ന, ആത്മിക ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവമക്കളോട് ഈ പ്രവചന ശബ്ദം ആത്മാവിൽ ഞാൻ കൈമാറുകയാണ്. നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. അപ്പോൾ വിചാരപ്പെട്ടാലുള്ള ദോഷം എന്താണ്? ദോഷമുണ്ട്. ആമീൻ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, കർത്താവ് അവളോട്, മാർത്തയെ, ആമീൻ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിട്ട് മനം കലങ്ങിയിരിക്കുന്നു. അപ്പോൾ വിചാരം അകത്ത് കയറിയാൽ മനസ്സ് കലങ്ങും. ഹല്ലേലൂയ. മനസ്സ് കലങ്ങിയവരാരെങ്കിലും ഉണ്ടോ? നാളുകളെക്കുറിച്ചുള്ള ചിന്താഭാരങ്ങൾ, നാളുകളെക്കുറിച്ചുള്ള വിചാരങ്ങൾ, തലമുറകളുടെ ഭാവി എന്തായി തീരും എന്ന് ചിന്തിച്ച്, ആമീൻ, ദൈനംദിന ജീവിതത്തിൽ ഭാരപ്പെട്ട് മനം കലങ്ങിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം, ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്ത്, ആമേൻ, ഹല്ലേലൂയ, മുട്ടിന്മേൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ആമേൻ, ദൈവം നിങ്ങളെ വിടുതലിലേക്ക് നയിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ആമീൻ. ഈ വിചാരമകത്ത് കടന്നിട്ട് നമ്മെ ടെൻഷൻ അടിപ്പിക്കുക, ഇത് പിശാചിന്റെ പദ്ധതിയാണ്. അകത്ത് ടെൻഷൻ കേറിയാൽ പിന്നെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. ആമീൻ. ആത്മിക ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരു സ്ഥാനത്ത്, ആമീൻ, പിശാച് നമ്മെ ഒതുക്കിക്കളയും. അതുകൊണ്ട്, ആമീൻ, ഹല്ലേലൂയ, നിങ്ങൾ എന്ത് ചെയ്യണം? ആമീൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമീൻ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കയത്രേ, ആമേൻ, വേണ്ടത്. ഹല്ലേലൂയ. ഈ വിചാരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ കൊണ്ടിട്ട ഈ വിചാരങ്ങളെ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങൾ അതിനെ, ആമേൻ, ജയിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ച്, ആമേൻ, നിങ്ങൾ അതിനെ ജയിക്കുക. നിങ്ങൾ ഒരിക്കലും പിന്നിലോട്ട് പോകരുത്, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടരുത്. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും യേശു ക്രിസ്തുവിങ്കൽ കാക്കും. അപ്പോൾ ഈ വിചാരം അകത്ത് കടന്നാൽ, ആമീൻ, ഈ ടെൻഷൻ കൊണ്ട് അകത്തിട്ടിട്ട്, ആമീൻ, ഒന്നാമത് നിങ്ങളുടെ സമാധാനത്തെ ദുഷ്ടൻ കലക്കി, ആമീൻ, നിങ്ങളുടെ ഹൃദയത്തെ കലക്കി, നിങ്ങളുടെ സമാധാനത്തെ കലക്കി, നിങ്ങളുടെ ജീവിതത്തിൽ അസമാധാനം കൊണ്ടിടും. അങ്ങനെ കുടുംബത്തിൽ സമാധാനമില്ലാതെയാകും, ആത്മിക ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെയാകും. എപ്പോഴും അസമാധാനത്തിന്റെ കലക്കം, ആമേൻ, സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടിടും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, പ്രാർത്ഥനയാലും അപേക്ഷയാലും, ആമേൻ, നിങ്ങൾ ഇതിനെ ജയിക്കുക. ആമേൻ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഈ വിഷയത്തെ പ്രാർത്ഥിച്ച് ജയത്തിലേക്ക് വരുന്നവർക്കായി എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ.
ആമേൻ, പ്രൈസ് ഗോഡ്. ആമേൻ. കർത്താവിന്റെ വചനത്തിൽ ആമേൻ 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ വിചാരപ്പെടണ്ട. കർത്താവ് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ആമേൻ. നീ വിചാരപ്പെട്ട വിഷയത്തിന്റെ മേൽ ആമേൻ കല്ല് നീ പ്രാർത്ഥിച്ച്, നീ അപേക്ഷിച്ച്, നീ അതിനെ ഓവർകം ചെയ്യുമ്പോൾ, നീ അതിനെ ജയിക്കുമ്പോൾ 1 പത്രോസ് 5:7 പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. നീ ചെയ്യേണ്ട ഉത്തരവാദിത്വം നീ ചെയ്ത് കഴിയുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി അവൻ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. പ്രൈസ് ഗോഡ്. ഈ വചന വെളിപ്പാട് ആമേൻ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവം ചിലർക്ക് വേണ്ടി കരുതാൻ പോകുകയാണ്. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടി ആമേൻ കർത്താവ് ചിലത് കരുതുകയാണ്. ആമേൻ. ഭൗതികമായത് ചിലത്, ആത്മികമായ ചിലത്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ആത്മികത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആമേൻ ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ബന്ധനത്തെ അഴിച്ച് ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ചിലതിനെ കരുതാൻ എൻ്റെ ദൈവം ശക്തനാണ്. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. പ്രൈസ് ഗോഡ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ചിന്തിച്ച് ഭാരപ്പെട്ട്, പ്രയാസപ്പെട്ട്, വേദനപ്പെട്ട്, മനസ്സ് കലങ്ങി ആത്മിക ശുശ്രൂഷ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ഈ സാത്താന്റെ തന്ത്രങ്ങളെ ആമേൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ആമേൻ ഈ ദിവസങ്ങളിൽ അതിനെ ജയിക്കുക. അതിനെ ജയിക്കുന്നവർ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം, ആശ്വാസ വചനം നിങ്ങൾക്കായി ഞാൻ കൈമാറുകയാണ്. എന്നാൽ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെയും, നീ വിചാരിച്ച വിഷയമേത്, നീ തകർന്ന വിഷയമേത്, ആമേൻ നീ ഉടഞ്ഞ വിഷയമേത്, ആമേൻ നീ ചിന്തിച്ച് ഭാരത്തോടെ ഇരിക്കുന്ന ആമേൻ വിഷയമേത്, സഹോദര സഹോദരി, നീ ചിന്തിച്ച് ഭാരത്തോടെ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ഭവനത്തിനകത്ത് നീ ആയിരിക്കുന്ന വിഷയമേത്, ആമേൻ ആ വിഷയത്തോട് ബന്ധപ്പെട്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെയും മഹത്വത്തോടെ ആമേൻ തന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആമേൻ. ചിലരുടെ ബുദ്ധിമുട്ടുകൾ കർത്താവ് തീർക്കാൻ പോകുകയാണ്. ആമേൻ. ഈ വചന വെളിപ്പാട് ഏറ്റെടുത്തോ? ഈ വചന വെളിപ്പാട് സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ വചന വെളിപ്പാട് സ്വീകരിക്കുക. ചിലരുടെ ബുദ്ധിമുട്ട് എൻ്റെ കർത്താവ് എഴുതി തള്ളാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നിന്റെ ബുദ്ധിമുട്ട് ആമേൻ കർത്താവ് നീക്കാൻ പോകുകയാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ആമേൻ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും ഒന്നല്ല രണ്ടല്ല പല ബുദ്ധിമുട്ടുകളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നവരാണോ? ആമേൻ. ആകയാൽ കർത്താവ് പറയുന്നു, നിന്റെ ബുദ്ധിമുട്ട് കാണുന്ന ഒരു ദൈവം, നിന്റെ തകർച്ചയെ കാണുന്ന ഒരു ദൈവം, നിന്റെ വിചാരങ്ങളെ കാണുന്ന ഒരു ദൈവം ആമേൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ എങ്ങനെ തീർത്തു തരുമെന്നാ പറയുന്നത്? അല്പമായി തീർത്തു തരുമെന്നല്ല, താൽക്കാലികമായി ദൈവം തീർത്തു തരുമെന്നല്ല, ഒരു താൽക്കാലിക വിടുതലല്ല ദൈവം നിന്റെ ജീവിതത്തിൽ അയക്കുമെന്ന് ദൈവം പറഞ്ഞത് നിത്യമായ ഒരു വിടുതൽ. ആകയാൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. ഇനി നീ നിരാശയിലേക്ക് പോകാൻ ദൈവം നിന്നെ വിടുകയില്ല. ആമേൻ. ഇനി നീ തകർച്ചയിലേക്ക് പോകാൻ എൻ്റെ ദൈവം നിന്നെ വിടുകയില്ല. കാരണം അവൻ സകലതും പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 147-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. മനസ്സ് തകർന്നിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? സഹോദരി, നീ മനസ്സ് തകർന്നിരിക്കുകയാണോ? സഹോദര, പലതിനെയും ചൊല്ലി മനസ്സ് തകർന്നിരിക്കുകയാണോ? എന്നാൽ ഇത് നിനക്കുള്ള വചന വെളിപ്പാടാണ്. ഹല്ലേലൂയ. ഏറ്റെടുത്തോ, സ്വീകരിച്ചോ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. ഇന്നൊരു സൗഖ്യത്തിന്റെ ദിനമാണ്. ഇന്ന് നിന്റെ മനസ്സ് തകർന്ന, നിന്റെ ഹൃദയം തകർന്ന ആമേൻ ഹല്ലേലൂയ ആ ഹൃദയത്തെ ദൈവം സൗഖ്യമാക്കാൻ പോകുകയാണ്. ദൈവവചനം പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. മനുഷ്യൻ നിനക്ക് മുറിവ് തന്നിട്ടുണ്ടെങ്കിൽ, സ്വന്തക്കാർ നിനക്ക് മുറിവ് തന്നിട്ടുണ്ടെങ്കിൽ, ദേശം നിനക്ക് മുറിവ് തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് പറയുകയാണ്, ആമേൻ, അവൻ നിന്റെ മുറിവുകളെ കെട്ടാൻ പോകുകയാ. പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്ക്, പ്രാർത്ഥനയ്ക്കായി മുട്ടിന്മേൽ ഇരിക്കുക. ആമേൻ. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രം
സ്തോത്രത്തോടുകൂടെ നിങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ ആമേൻ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. സകല ബുദ്ധിമുട്ടുകളും സകല പ്രയാസങ്ങളെയും കർത്താവ് ചില കുടുംബത്തിൽ നിന്ന് അവൻ പിഴുതെറിയാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഭവനത്തിൽ എഴുന്നേൽക്കട്ടെ. അവന് പ്രാർത്ഥനാ സമയത്ത് പലയിടത്താട്ട് പോയി ഇരിക്കാനല്ല, ഒരുമിച്ച് കുടുംബമായി ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആമേൻ. ഇന്നത്തെ ദിവസം നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ പിശാച് നട്ടുവെച്ച ചില പ്രശ്നങ്ങള്, പിശാച് നട്ടുവെച്ച ചില കളകള് നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ദൈവം പിഴുതു മാറ്റാൻ പോകുകയാണ്. ആമേൻ. സ്വാതന്ത്ര്യത്തിലേക്ക് ചില കുടുംബങ്ങളെ കർത്താവ് കൊണ്ടുവരുന്നു യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ വചനം കേട്ട, ഈ വചനം ഏറ്റെടുത്ത സകല ദൈവമക്കളെയും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമുട്ടുകളിൽ കൂടെ മുന്നോട്ട് പോകുന്നവർ, നിരാശകളിൽ കൂടെ മുന്നോട്ട് പോകുന്നവർ, വിവിധങ്ങളാകുന്ന വിചാരങ്ങൾ അകത്ത് കയറി ആമേൻ ഹൃദയം കലങ്ങിയിരിക്കുന്ന ആമേൻ അവസ്ഥയിൽ കൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളെ വ്യക്തിപരമായി കുടുംബമായി ആമേൻ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ സമയം അവരിലേക്ക് ഈ വചനത്തിന്റെ വിടുതൽ ആമേൻ കടന്നു ചെല്ലട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ അവരിലേക്ക് വിടുതൽ കടന്നു ചെല്ലട്ടെ. ദൈവം അത്ഭുതം ചെയ്ത് സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സകല വിചാരങ്ങളെയും വിട്ട് മറന്ന് പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.